നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയൻ സന്ദർശനം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള സ്വീകരണം, പ്രൗഢഗംഭീരമായ സ്വീകരണമൊക്കെ പ്രധാനമന്ത്രിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിൽ നിർണായകമായ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഓസ്ട്രേലിയയിൽ പ്രതിഷേധമുയർന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയ സന്ദർശനം നടത്തുന്നതിനിടെയായിരുന്നു ഒരു യുവാവിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധമുയർന്നത്. തീവ്ര വലതുപക്ഷവാദിയാണ് മോദി താമസിച്ച ഹോട്ടലിന് മുന്നിലെത്തി മുദ്രാവാക്യം വിളിച്ചത്. ഹ്യൂഗോ ലെനോൺ എന്നയാളാണ് ഇത്തരത്തിൽ ബഹളമുണ്ടാക്കിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇയാളെ ബലമായി മാറ്റി. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാർ വേണ്ട എന്നാണ് ഈ പ്രതിഷേധക്കാരൻ ആക്രോശിക്കുന്നത്. അതായത് ഓസ്ട്രേലിയയിലെ ഇന്ത്യക്കാർക്കെതിരെയാണ്, ഇന്ത്യക്കാർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിൽ തെറി വിളിക്കുന്നു, വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുകയാണ്. അതേസമയം മോദി താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് ഇയാൾക്ക് എങ്ങനെ പ്രവേശനം കിട്ടി എന്ന ഒരു ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. സുരക്ഷാ വീഴ്ച സംഭവിച്ചോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഇയാൾ എങ്ങനെ ഈ ഹോട്ടലിലേക്ക് പ്രവേശിച്ചു എന്ന കാര്യത്തിൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ്. നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് ദ്വിദിന സന്ദർശനത്തിനായി ഓസ്ട്രേലിയയിൽ എത്തിയത്. മോദി എത്തി മണിക്കൂറുകൾക്കകം തന്നെയാണ് ഈ പ്രതിഷേധമുണ്ടായത്. ഓസ്ട്രേലിയയിൽ കുടിയേറ്റക്കാരെ ആവശ്യമില്ല എന്നായിരുന്നു പ്രധാനമായും ഇയാൾ വിളിച്ചു കൂകിയത്. മോദി താമസിക്കുന്ന സ്ഥലം അടക്കമുള്ളവയെക്കുറിച്ച് ഇയാൾക്ക് എങ്ങനെ വിവരം കിട്ടി എന്നതും പോലീസിൽ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. തീവ്ര വലതുപക്ഷവാദികൾ മോദിയുടെ യാത്രകളെക്കുറിച്ചുള്ള വിവരം ഓൺലൈനായി പങ്കുവച്ചിരുന്നു എന്നതടക്കമുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ സംഭവത്തിൽ മോദിക്കെതിരെ പ്രതിഷേധം നടത്തി അറസ്റ്റിലായ ഹ്യൂഗോ ലെനോൺ ഓസ്ട്രേലിയയിലെ കുടിയേറ്റ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായ വ്യക്തിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം രാജ്യത്ത് ഇയാൾ ആയിരക്കണക്കിന് റാലികൾ സംഘടിപ്പിച്ചു എന്നതടക്കമുള്ള നിർണായക കണ്ടെത്തൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. നവനാസി സംഘടനകളുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യക്കാർ വർദ്ധിക്കുന്നുണ്ട് ഓസ്ട്രേലിയ. ഇത് കുടിയേറ്റം, ആ ഒരു കുടിയേറ്റത്തിനെതിരെയാണ് പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമായത്. പ്രധാനമന്ത്രി താമസിച്ച മെൽബണിലെ ഹോട്ടലിലെത്തിയാണ് ഇയാൾ മുദ്രാവാക്യം മുഴക്കിയത്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 22 വയസ്സുകാരനാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത്. ഇയാൾ തന്നെ ഇതിൻ്റെ വീഡിയോ പകർത്തുന്നുണ്ടായിരുന്നു. തീവ്ര വലതുപക്ഷവാദിയാണ് ഇയാൾ. പ്രധാനമന്ത്രി ലോബിയിൽ നിൽക്കുമ്പോഴാണ് ഇയാൾ മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിൽ നിന്ന് ബഹളം വെച്ചത്. ഇന്ത്യക്കാരുടെ കുടിയേറ്റം അവസാനിപ്പിക്കണമെന്നും ഇയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇത് ഓസ്ട്രേലിയയാണ്, ഇനി ഇവിടെ ഇന്ത്യക്കാർ വേണ്ട, കുടിയേറ്റം അവസാനിപ്പിക്കണം, ഈ രാജ്യം ഓസ്ട്രേലിയക്കാർക്കുള്ളതാണ് എന്നായിരുന്നു ഹ്യൂഗോ ലെനോൺ അലറി വിളിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനെ ഹ്യൂഗോ ലെനോണെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റി. സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്ന് പ്രധാനമന്ത്രിയുടെ താമസ സ്ഥലത്ത് എത്തുകയായിരുന്നു പ്രതിഷേധക്കാരൻ എന്നതും ഗൗരവകരമാണ്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സ്വീകരണത്തിലും ഇയാൾ ബഹളമുണ്ടാക്കാൻ നോക്കിയെന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പിന്നാലെ പുറത്തു വരുന്നുണ്ട്. മെൽബണിലെ മാർവൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രവാസി ഭാരതീയരുടെ പരിപാടിയിൽ നുഴഞ്ഞു കയറി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം വിഫലമായി. ഇതിന് പിന്നാലെയാണ് മോദിക്ക് പിന്നാലെ എത്തി അയാൾ എന്തിനു വന്നു ആ ലക്ഷ്യം നിറവേറ്റിയെടുത്തത്. പ്രതി നിയോനാസി സംഘടനകളുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ നടന്ന ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത കുടിയേറ്റ വിരുദ്ധ റാലിയായ മാർച്ച് ഫോർ ഓസ്ട്രേലിയയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരിൽ ഒരാൾ കൂടിയാണ് ഇപ്പോൾ മോദിക്കെതിരെ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയ ഈ വ്യക്തി. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെയാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ 3 പുരാതന ഇന്ത്യൻ വിഗ്രഹങ്ങൾ ഇന്ത്യക്ക് തിരിച്ചു നൽകുമെന്ന് ഓസ്ട്രേലിയ വ്യക്തമാക്കിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അനധികൃതമായി കടത്തിക്കൊണ്ടുപോയതായി കരുതുന്ന 3 അമൂല്യ പുരാവസ്തുക്കളാണ് ഇന്ത്യക്ക് തിരികെ നൽകുമെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ അറിയിച്ചത്. ഭദ്രകാളിയുടെ രൂപം ആലേഖനം ചെയ്ത ലോഹ ത്രിശൂലം, ശിവവാഹനമായ നന്ദിയുടെ കൽപ്രതിമ, കാർത്തികേയന്റെ കൽപ്രതിമ എന്നിവയാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിലും അനധികൃത പുരാവസ്തു കടത്ത് തടയുന്നതിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതിനോടനുബന്ധിച്ചാണ് പുരാവസ്തുക്കൾ തിരികെ കൈമാറുന്നത്. ഇന്ത്യയുടെ പുരാതന പൈതൃകത്തിന്റെ ഭാഗമായ ഇത്തരം അമൂല്യ
അമൂല്യ വസ്തുക്കൾ അവയുടെ യഥാർത്ഥ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് ചരിത്രപരമായ പ്രാധാന്യമുള്ള നടപടിയാണെന്നും ഓസ്ട്രേലിയൻ അധികൃതർ വ്യക്തമാക്കി. ചെന്നൈ ഗവൺമെന്റ് മ്യൂസിയത്തിലുള്ള ഓസ്ട്രേലിയൻ ആദിവാസി വംശജന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇന്ത്യയും തിരികെ നൽകും. ഇന്ത്യക്ക് തിരികെ കിട്ടുന്ന പുരാവസ്തുക്കളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭദ്രകാളിയുടെ രൂപം ആലേഖനം ചെയ്ത ആചാരപരമായ ഒരു ലോഹ തൃശൂലമാണ്. ക്ഷേത്രാചാരങ്ങളിലും ആരാധന ചടങ്ങുകളും ഉപയോഗിച്ചിരുന്നതായി കരുതുന്ന ഈ തൃശൂലം ഇന്ത്യൻ ശില്പലോഹ കലയുടെ മികച്ച ഉദാഹരണമാണ്. രണ്ടാമത്തത് നന്ദിയുടെ കൽപ്രതിമ. 13-16 നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇത് എന്നാണ് കരുതപ്പെടുന്നത്. മുരുകനായി ആരാധിക്കപ്പെടുന്ന കാർത്തികേയന്റെ 6 തലയുള്ള ശിലാവിഗ്രഹം. ദക്ഷിണേന്ത്യയിൽ ഈ പ്രതിമയും മതപരമായും ചരിത്രപരമായും പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ കലാപാരമ്പര്യത്തിന്റെയും മതവിശ്വാസത്തിന്റെയും ചരിത്ര പ്രാധാന്യമുള്ള സൃഷ്ടികളായാണ് ഇവയെ കരുതുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള മ്യൂസിയങ്ങളിലും സ്വകാര്യ ശേഖരങ്ങളിലുമുള്ള ഇന്ത്യൻ പുരാവസ്തുക്കൾ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഈ ഒരു പുരാവസ്തുക്കൾ കൂടി രാജ്യത്തേക്ക് തിരിച്ചെത്തുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് 100 കണക്കിന് പുരാവസ്തുക്കൾ ഇതിനകം ഇന്ത്യക്ക് തിരികെ കിട്ടിയിട്ടുണ്ട്. അതേസമയം ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെൽബണിൽ വെച്ച് ഓസ്ട്രേലിയൻ ഗവർണർ ജനറൽ സാം മോസ്റ്റിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആഴത്തെയും വൈവിധ്യത്തെയും കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ വളർന്നുവരുന്ന സാമ്പത്തിക പങ്കാളിത്തത്തെ അവർ സ്വാഗതം ചെയ്തു. വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, നവീനാശയ ബന്ധങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് സ്പഷ്ടമായ ഗുണങ്ങൾ നൽകുമെന്നും ഇരുവരും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ വളർന്നുവരുന്ന കായിക ബന്ധങ്ങളിൽ ഇരു നേതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെയും ഓസ്ട്രേലിയയിൽ നടക്കാനിരിക്കുന്ന 2032 ഒളിമ്പിക്സിന്റെയും മുന്നോടിയായി കൂടുതൽ ദൃഢമായ സഹകരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ഊർജ്ജസ്വലമായ ബന്ധം ഈ സൗഹൃദത്തിന്റെ ശക്തിയായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള കായിക സഹകരണം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. പരിശീലനം, സ്പോർട്സ് സയൻസ്, സാങ്കേതികവിദ്യ, കായിക വ്യവസായം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ സ്പോർട്സ് കൊളാബറേഷൻ റോഡ് മാപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സംയുക്തമായി പുറത്തിറക്കി. ഈ സഹകരണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം വരാനിരിക്കുന്ന ബിഗ് ബാഷ് ലീഗിന്റെ ഉദ്ഘാടന മത്സരം ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുമെന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു വിദേശ ആഭ്യന്തര T20 ലീഗിന്റെ ഔദ്യോഗിക മത്സരം അരങ്ങേറാൻ ഒരു വേദി കൂടി ഒരുങ്ങുകയാണ്. ഉദ്ഘാടന പോരാട്ടത്തിൽ മെൽബൺ റെനഗേഡ്സും നിലവിലെ ചാമ്പ്യന്മാരായ പെർത്ത് സ്കോർച്ചേഴ്സും ഏറ്റുമുട്ടും. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ ഭാഗമായി രൂപം നൽകിയ റോഡ് മാപ്പ് കായിക പരിശീലനം, ശേഷി വികസനം, സ്പോർട്സ് സയൻസ്, ഗവേഷണം, സാങ്കേതികവിദ്യ, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈകോർത്ത് മുന്നേറാൻ വഴിയൊരുക്കും. യുവതാരങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ഓസ്ട്രേലിയ യൂത്ത് സ്പോർട്സ് ഫെസ്റ്റിവലും സംഘടിപ്പിക്കും. കായികം രാജ്യങ്ങളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.